ആർക്കും IT ജോലി ഒരു വലിയ എന്താ പറയുക നടക്കാത്തൊരു വിധ സ്വപ്നമൊന്നുമല്ല. മാരുതിയുടെ ഷോറൂമിൽ അവിടെ യൂസ് ചെയ്ത് തുടങ്ങി AI ഒക്കെ. ഇപ്പം എന്ത് തോന്നുന്നു, റിവ്യൂ ഒക്കെ ജനുവൻ തോന്നുന്നില്ല? ജനുവിനാണ്. ഫോർത്ത് ഇയർ കഴിയുമ്പോഴേ എനിക്ക് ലൂമിനാറി വരണമെന്നുണ്ടായിരുന്നു. ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി, ഞാൻ ബാംഗ്ലൂരിൽ നോക്കി, ഇവിടെ നോക്കി. പക്ഷേ ബാംഗ്ലൂരിലെ സിലബസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇനി അഭിജിത്തിനൊരു ഒഫീഷ്യൽ ഫ്ലഡ് ഡെവലപ്പറാണ് അല്ലേ? ജോലി കിട്ടിയത് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഗുഡ് മോർണിംഗ്, എൻ്റെ പേര് രാഹുൽ, ഞാൻ ലൂമിനാറിൻ്റെ സെൻറ്റർ ഹെഡാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു 6 പേരുടെ സക്സസ് സ്റ്റോറി ആയിട്ടാണ്. അതെ, ലൂമിനാറിനെ കുറച്ചളവ് നമ്മളൊരു വാക്കിംഗ് ഡ്രൈവ് നടത്തിയിരുന്നു ന്യൂ വെഞ്ചർ കണക്ടർ കമ്പനിയുടെ. അവിടെ പ്ലേസ് ആയിട്ടുള്ള 6 കുട്ടികളുടെ സക്സസ് സ്റ്റോറിയുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഈ 6 പ്ലേസ്മെൻറ്റ്സിൽ നമുക്ക് 2 പേരും ഡാറ്റാ സയൻസ് സ്റ്റുഡൻസ് ഉണ്ട്, 2 പേരും മെയിൻ സ്റ്റാക്കാണ്, ഒരാൾ പൈത്തൺ ജാങ്കോ, പിന്നെ ഒരാൾ ഫ്ലട്ടർ. നമുക്കിനി അവരുടെ ഒരു ലൂമിനാർ എക്സ്പീരിയൻസ് എങ്ങനെ ചോദിക്കാം. കൺഗ്രാജുലേഷൻ. പക്ഷേ അതിൻ്റെ ഒരു ലൈഫിൻ്റെ ജേർണി എന്ന് പറയാമോ? ഞാൻ ഡിഗ്രി ചെയ്തത് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 2019 പാസ് ഔട്ടാണ്. SCMS കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ്, കറുറ്റി. അവിടുന്ന് പാസ് ഔട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു പ്രൊഡക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു ഒരു 1 ഇയറോളം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മാരുതിയുടെ ഒരു ഡീലർഷിപ്പിൽ കയറി. അവിടെ ഒരു 3 ഇയേഴ്സ് ഏതാണ്ട് വർക്ക് ചെയ്ത് ഒരുപാട് വേറെ ഫീൽഡ് പറ്റി തെളിഞ്ഞ ലാസ്റ്റാണ് IT-ലേക്ക് ട്രൈ ചെയ്യുന്നത് വെച്ചാൽ. അതെ. എന്തുകൊണ്ടാണ് ഡാറ്റാ സയൻസ് എന്ന് ചിന്ത വന്നേ? ഞാനിപ്പോൾ ലാസ്റ്റ് വർക്ക് ചെയ്ത് കൊടുത്ത് മാരുതിയുടെ ഷോറൂമിൽ അവിടെ യൂസ് ചെയ്ത് തുടങ്ങി AI ഒക്കെ. അപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കണ്ടപ്പോൾ നമ്മൾ ഒന്ന് അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് നടത്തി. അപ്പോൾ ഇപ്പോൾ കറൻ്റ് ഒരു നല്ല ഗ്രോത്ത് ഉള്ള ഒരു ഫീൽഡാണ് കണ്ടപ്പോൾ ഞാൻ അതിലേക്ക് മാറി. അപ്പോൾ കൺഗ്രാജുലേഷൻ ജയേഷനാണ് IT ഫീൽഡിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാനാണ് അല്ലേ? ഫസ്റ്റ് ജോബാണോ? അതെ, ഫസ്റ്റ് ജോബാണ്. അപ്പോൾ എന്താണ് പഠിച്ചിരുന്നത്? ജസ്റ്റ് ഒന്ന് പറയാമോ എക്സ്പീരിയൻസ്? ഡിഗ്രി BSc കമ്പ്യൂട്ടർ സയൻസ് ആണ്. 2024 പാസ് ഔട്ട്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജാവാസ്ക്രിപ്റ്റ് ആയിരുന്നു കുറച്ച് കംഫർട്ടബിൾ. അപ്പോൾ അതൊന്ന് അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് തപ്പി കിടന്നപ്പം ലൂമിനാർ സോഷ്യൽ മീഡിയ കണ്ടു, നല്ല റിവ്യൂ ഉള്ളത് ലുമിനാറി വന്നു. ജാവാസ്ക്രിപ്റ്റ് ബേസ് ചെയ്ത് മെയിൻ സ്റ്റാക്ക്. ഇപ്പം എന്ത് തോന്നുന്നു, റിവ്യൂ ഒക്കെ ജനുവൻ തോന്നുന്നില്ല? അതെ, ജനുവിനാണ്. അതെ. പക്ഷേ ഈ പാസ് ഔട്ടായി, അത് കഴിഞ്ഞപ്പോൾ വെഞ്ചറിൽ ഒരു ഓഫർ ആയിട്ടിരിക്കുകയാണ്. ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഞാൻ 2024 ബിടെക് പാസ് ഔട്ട് ആയിരുന്നു. അപ്പം 3rd ഇയർ പഠിക്കുമ്പോഴാണ് ഞാൻ ലൂമിനാറിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം 4th ഇയർ കഴിയുമ്പോഴേ എനിക്ക് ലൂമിനാറി വരണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 4th ഇയർ കഴിഞ്ഞ് ലൂമിനാറി വന്നു. ഇവിടെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാക്കൽറ്റീസൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. എന്തുകൊണ്ട് പൈത്തൺ ചൂസ് ചെയ്തേ? പൈത്തൺ ഞങ്ങൾക്ക് ബിടെക്കിന് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും പൈത്തണോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ സുഷരൻ, അപ്പോൾ എങ്ങനെ ഒരു BBA-കാരൻ ഇനി ജനുവരി മുതലൊരു ഡാറ്റാ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പോകണം അല്ലേ? എന്തുകൊണ്ടാണ് BBA കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേരണേ? ഏതൊരു പാസ് ഔട്ടൊക്കെയായിരുന്നാണ്? 22 പാസ് ഔട്ടായിരുന്നു. BBA ഞാൻ ഫസ്റ്റ് ഇയർ ആയിരുന്നു. കൊറോണ ഒക്കെ വന്നിരുന്നു. അപ്പോൾ ഏകദേശം 2 ഇയർ വീട്ടിലിരുന്നത്. അപ്പോൾ ആ ടൈം വെബ് ഡെവലപ്മെൻറ്റ് ഞാൻ പഠിച്ചിരുന്നത്. എന്നിട്ട് അതിൽ വെബ് സ്ക്രാപ്പിങ്ങിൽ സ്പെഷ്യലൈസ് ആയിരുന്നു. അപ്പോൾ അതിലെനിക്ക് നിറയെ ഡേറ്റ സ്ക്രാപ്പ് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ അതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ടെന്ന് അറിഞ്ഞു. എന്നിട്ട് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി, ഞാൻ ബാംഗ്ലൂരിൽ നോക്കി, ഇവിടെ നോക്കി. പക്ഷേ ബാംഗ്ലൂരിലെ സിലബസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവിടെയാണ് പ്രോപ്പറായിട്ടിരുന്നത്. അപ്പോൾ അഡീഷണൽ ഒരു എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ ലൂമിനാർ എക്സ്പീരിയൻസ്? പഠിക്കാൻ വന്നതും ഇപ്പോൾ ജോലിയായി കഴിഞ്ഞു, അപ്പോൾ എന്ത് തോന്നുന്നു? ഞാൻ ജോലി കിട്ടിയത് തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിന് എത്താൻ കാരണം ഈ ലൂമിനാർ. കാരണം BSc കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു ഞാൻ പഠിച്ചത് 2024. അതിൽ HTML CSS JavaScript ഒക്കെ ഏകദേശം ബേസിക്സ് ആയിട്ട് തൊട്ട് പോകണുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് പഠിക്കാൻ ഇവിടെ വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ. അത് കഴിഞ്ഞ് അത് വേറൊരു ഫ്രെയിം വർക്ക് എടുത്തു, അതിലും അഡ്വാൻസ് ആയിട്ട് അപ്സ്കിൽ ചെയ്ത് പഠിച്ചു. പക്ഷേ ഇപ്പോഴും തീർന്നിട്ടില്ല, പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അഭിജിത്തിനൊരു ഒഫീഷ്യൽ ഫ്ലഡ് ഡെവലപ്പറാണ് അല്ലേ? 21 പാസ് ഔട്ട് അല്ലേ? 21. അപ്പോൾ അത് ഈ 3 ഇയർ ഗ്യാപ്പ് എന്ത് ചെയ്തു? എനിക്ക് ഫാമിലിക്കൊരു ബിസിനസ് ഉണ്ട്. അപ്പോൾ കുറച്ചാൾ അതിൽ നോക്കി. പിന്നെ ഫീൽഡ് മാറണമെന്ന് കരുതി ഞാൻ IT ഫീൽഡ് ട്രൈ ചെയ്തായിരുന്നു. പലരും ട്രൈ ചെയ്ത്, ഡിസൈൻ അതുപോലെ ട്രൈ ചെയ്ത്. പിന്നെ ഇവിടെ പക്ഷേ എനിക്ക് കുറച്ചും കൂടി ചോയ്സ് ഉണ്ടായിരുന്നത്. പൈസ. ഓക്കെ ഫൈൻ. ഞാൻ ഹബിൽ വർക്ക് ചെയ്തിരുന്നു. ഹബിൽ വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ അവനും ഹബ്ബായിരുന്നു. ഹബിൽ എക്സ്പീരിയൻസ് എന്ന് പറയാമോ? ആളുകൾക്ക് കൂടുതൽ ഹബ്ബ് എന്താണെന്ന് മിക്കവർക്ക് അറിയത്തില്ല, ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഇപ്പോൾ നമ്മൾ പുറമെ ഒരു കമ്പനി ഇന്റേൺഷിപ്പ് ചെയ്യണ പോലെ തന്നെ അവിടെയും നമുക്ക് ഒരു കുറച്ചൊരു വർക്ക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഡെയിലി അപ്ഡേറ്റ്സ്, റിപ്പോർട്ട്സ് എല്ലാം കുറച്ച് അതുപോലെ ആയിരുന്നു. ഒരു നല്ലൊരു വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ പ്ലേസ്മെൻറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ ലക്ഷ്യം വെച്ചാണ് ഹബ്ബ് പ്ലാൻ ചെയ്തത്. 23 നമ്മൾ ഹബ്ബ് ലോഞ്ച് ചെയ്യുന്നത്.
ആദ്യം എനിക്കൊരു പേടിയായിരുന്നു, ആരും പണ്ടില്ലല്ലോ. കാരണം കുട്ടികൾക്ക് ക്ലാസ് കണ്ടിരുന്ന് പ്രാക്ടീസ് ചെയ്യാനും അത് വെറുതെ ജസ്റ്റ് പ്രാക്ടീസ് ഉദ്ദേശിക്കുന്നത് ശരിക്കും ആ ഒരു കമ്പനി എക്സ്പീരിയൻസ് കൊടുക്കാതെ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഇനി വരാൻ പോകുന്ന ഈ പുതുവർഷം 2025 ഈ 6 പേർക്കും വളരെ മധുരം നിറഞ്ഞാണ്. കാരണം അവരൊരു വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു കോളേജ് പഠിത്തം കഴിഞ്ഞു, അതിനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്ന് കോഴ്സ് പഠിച്ചു, ഇനി അവർ ആ ഇൻഡസ്ട്രിയിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാണ്. ഈ 6 പേരെ കഥ കേൾക്കുന്ന ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാം. ഇതിൽ BBA കഴിഞ്ഞ കുട്ടികളുണ്ട്, മെക്കാനിക്കൽ കഴിഞ്ഞ കുട്ടികളുണ്ട്, 21 പാസ് ഔട്ട്, 19 പാസ് ഔട്ട്. സോ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സും ഈ പറഞ്ഞ തന്നെ കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് പഠിക്കാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ ആർക്കും IT ജോലി ഒരു വലിയ എന്താ പറയുക നടക്കാത്തൊരു വിദ്യ സ്വപ്നമൊന്നുമല്ല. അത് ഇവരുടെ വീഡിയോ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ ഒരു പുതുവർഷം നിങ്ങൾക്ക് മികച്ചതാവട്ടെ. ഇനിയുള്ള എന്താ പറയുന്നത്, ഇനി നിങ്ങൾ ആരെങ്കിലും തന്നെ ഈ വീഡിയോ കാണുന്നവർ ഒരു IT ജോലി ആഗ്രഹിക്കുന്നോ അല്ലെങ്കിൽ കോഴ്സ് പഠിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു എക്സാമ്പിളാണ് ലൂമിനാറിൻ്റെ ഒരു ഡയറക്റ്റ് റിവ്യൂ നിങ്ങൾ കേട്ടിരിക്കുന്ന കുട്ടികളുടെ. അപ്പോൾ നിങ്ങളുടെ ഇനി വരുന്ന വർഷങ്ങൾ ഇതുപോലെ തന്നെ മധുരമുള്ളതാവട്ടെ. അപ്പോൾ എല്ലാവർക്കും ലൂമിനാറിൻ്റെ പേര് ഹാപ്പി ന്യൂ ഇയർ.